ഹേയ് ഗെയ്സ്, അപ്പോൾ ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സ്വാഗതം ഗെയ്സ്. അപ്പം നമ്മളാണെങ്കിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഗെയ്സ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക ഗെയ്സ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗെയ്സ്. അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ എണീറ്റ് നമ്മുടെ ഷിൻചാനെ ആണെങ്കിൽ നമ്മൾ ട്യൂഷന് കൊണ്ട് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ട് നമ്മുടെ വണ്ടി ഇത് അവിടെ ആയിട്ട് കൊണ്ടിട്ടു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിനിയിപ്പോൾ ഷിൻചാൻ വരുന്നവരും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് ഓഫീസിലോട്ട് പോകാനായിട്ട്. എന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഷിൻചാൻ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്കിന്ന് കുറച്ച് വൈകി പോയാൽ മതി ഗെയ്സ് ഓഫീസിൽ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഷിൻചാൻ വരുന്നവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഷിൻചാനാണെങ്കിൽ ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, അപ്പോൾ ഷിൻചാനെ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഓഫീസിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നീ എന്താണെങ്കിലും ഇവിടെ അലമ്പൊന്നും ഉണ്ടാക്കാതിരിക്കണേ. അപ്പം ഞാൻ എന്തായാലും ഓഫീസിലോട്ട് പോവാം കേട്ടോ. ശരി ഷിൻചാനെ. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫ്രാങ്ക്ലിൻ ഭായി. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുടെയും വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പട്ടീനെ വേണം ഫ്രാങ്ക്ലിൻ ഭായി. ഫ്രാങ്ക്ലിൻ ഭായി വാങ്ങിച്ചു തരുമോ? എന്താടാ പട്ടീനെ വാങ്ങിക്കാനാ? ഒന്ന് പോടാ, നീ ചുമ്മാ ഇടുന്നുണ്ട്. നീ ഇരുന്ന് വല്ലതും എടുത്ത് ഹോംവർക്ക് വല്ലതും ഇരുന്ന് ചെയ്യാൻ നോക്കാം. ഞാൻ പോട്ടെ, സമയമായി. എടാ, നീ ഇങ്ങനെ ചുമ്മാ കിടന്ന് വാശി പിടിക്കല്ലേ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ എങ്ങനെ വാങ്ങിച്ചു തരാനാണ്. നമുക്ക് പിന്നെ സമാധാനമായിട്ട് നോക്കാം. അല്ലെങ്കിൽ തന്നെ പട്ടീനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ പോയിട്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പട്ടിയെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കണം. ഇപ്പോൾ ആരെ വിളിച്ച് ചോദിക്കാം? ഒരു കാര്യം ചെയ്യാം, ട്രെവറിനെ വിളിച്ച് ചോദിക്കാം. അവനാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പട്ടിയെ കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. നമുക്ക് എന്തായാലും ട്രെവറിനെ വിളിച്ച് നോക്കാം. ഓക്കേടാ, എന്നാൽ പിന്നെ വിളിക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും ഞാൻ ട്രെവറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ ട്രെവറിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ട്രെവർ പറഞ്ഞു അവൻ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് ഗെയ്സ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവൻ വിളിക്കുന്നവരം വെയിറ്റ് ചെയ്യാം. നമ്മൾ അവനോട് ചോദിച്ചു ആരെങ്കിലും പരിചയത്തിലുണ്ടോ അങ്ങനെ പട്ടിയെ വിൽക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് പട്ടിയെ കൊടുക്കുന്നതായിട്ട് അവൻ്റെ പരിചയത്തിൽ ആരും ഇല്ല, അവനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അവൻ വിളിക്കുന്നവരം. എടാ ഫ്രാങ്ക്ലിനെ. ഹലോ എടാ, ട്രെവർ എന്തായി? എടാ, ഞാൻ ഒരാളെ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അയാൾ നമുക്കൊരു ജർമ്മൻ ഷിപ്പ്യാർഡിനെ ആണ് നമുക്ക് കിട്ടിയത് പട്ടി. അപ്പോൾ അയാളത് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു വലിയ പട്ടിയാണ്, കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ലടാ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അയാൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ നമ്പർ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ശരി എന്നാൽ പിന്നെ. ആടാ, അല്ല അപ്പോൾ അതിൻ്റെ എത്രയ്ക്ക് അയാൾ തരുമെന്നാണ് പറഞ്ഞത്? എത്രയ്ക്ക് അത് കൊടുക്കുന്നത്? എടാ, അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വയ്ക്കുമോ? ശരിയെടാ. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ട്രെവർ ഇപ്പോൾ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ജർമ്മൻ ഷിപ്പ്യാർഡിനെയാണ് ട്രെവർ ഇപ്പോൾ ഒപ്പിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും പുള്ളി നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്തായാലും പുള്ളി വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കാണാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഒരു പുള്ളി ഇപ്പോൾ നമ്മളെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. 20,000 രൂപയ്ക്കാണ് ആ ഒരു ജർമ്മൻ ഷിപ്പ്യാർഡ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല. അത്യാവശ്യം വലിയ പട്ടിയാണ്. പിന്നെ ജർമ്മൻ ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല സേഫ്റ്റിയാണ്. വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പട്ടിയും കൂടെയാണ്. കള്ളന്മാരൊന്നും കയറുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഷിൻചാനും ഉള്ളൊരാഗ്രഹമാണല്ലോ പട്ടി വാങ്ങാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ അത് എല്ലാം ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു പുള്ളി ഉച്ചയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിന്ന് എന്തായാലും ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ പുള്ളി വരുന്നിട്ട് നമുക്ക് വരാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജർമ്മൻ ഷിപ്പ്യാർഡ് ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടാ ഇതല്ലേ നമ്മുടെ ജർമ്മൻ ഷിപ്പ്യാർഡ്? ഫ്രാങ്ക്ലിൻ, ഇതാണ് ഫ്രാങ്ക്ലിന് വിൽക്കുന്ന ജർമ്മൻ ഷിപ്പ്യാർഡ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഫ്രാങ്ക്ലിൻ, അപ്പോൾ ഈ ഒരു പട്ടി ഞാനിപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നിട്ട് പോകത്തില്ല. ഇത് എന്തായാലും ഫ്രാങ്ക്ലിൻ ഇവിടെ കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കും. കാരണം ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ പിടിച്ച് മാറ്റാനായിട്ട്. സോ ഇതിന് ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഇതുങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ ഇണങ്ങണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ഈ ഒരു വീടിന് ചുറ്റുമൊക്കെ ഒന്ന് പയ്യെ നടത്തിയിട്ട് ഞാൻ പോകാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിവിടെ നിൽക്കാം. ശരി, അത് എന്തായാലും നല്ല കാര്യമാണ്.
ആ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 2-3 ദിവസത്തേക്ക് ആ ഒരു പയ്യനെ ആ പട്ടിയുടെ അടുത്തോട്ടൊന്നും അടുപ്പിക്കേണ്ട. കാരണം ചിലപ്പോൾ പട്ടി എങ്ങനെ പെരുമാറും എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് സ്ഥലം മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം 2-3 ദിവസത്തേക്കൊന്നും ആ ഒരു പയ്യനെ പട്ടിയുടെ അടുത്തോട്ട് അധികം അടുപ്പിക്കണ്ട. ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എന്തായാലും ഇതിനെ ഇവിടെയൊക്കെ ഒന്ന് നടത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു പട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ ആയിട്ടാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. ആ ഒരു ചേട്ടനാണെങ്കിൽ ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പട്ടിയെ നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിൻ്റെ പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ ഇനി മുതൽ ഈ ഒരു പട്ടി നമ്മുടെ സ്വന്തമാണ്. പക്ഷേ എന്നാൽ പോലും ഷിൻചാനെ നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് അധികം അടുപ്പിക്കുന്നില്ല. കാരണം ഇത് എങ്ങനെ പെരുമാറും എന്ന് അറിഞ്ഞുകൂടെന്ന് ആ ഒരു പുള്ളി തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഷിൻചാനെ നീ കുറച്ചൊക്കെ മാറിയേക്കുക, അധികം നീ ഇതിൻ്റെ അടുത്തോട്ടൊന്നും നിൽക്കണ്ട. അതേപോലെ തന്നെ ഷിൻചാനെ, ഇനിയിപ്പോൾ നീ പറഞ്ഞ പോലെ പട്ടിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും പേരിടണ്ടേ? എന്താടാ പേരൊക്കെ നീ കണ്ടുപിടിച്ചോ? എന്താണെന്നാ പിന്നെ പേര് നീ പറ. ചോപ്പാ? അത് കൊള്ളാമല്ലോ. ചോപ്പ് കുഴപ്പമില്ല. എന്തായാലും ശരി, നിൻ്റെ ഇഷ്ടം. ഗെയ്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഷിൻചാൻ പറഞ്ഞ പോലെ നമ്മൾ പട്ടിയെ വാങ്ങിച്ചു കൊടുത്തു. അവൻ പറഞ്ഞ പോലെ തന്നെ ചോപ്പ് എന്നാണ് പേരിടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പട്ടിക്ക് ഇനി മുതൽ പേര് ചോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും ഒരു കിടുക്കം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.